അടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കോട്ടയത്തിൻ്റെ MLAയും നാളെ സ്പീക്കറായി ചുമതലയേൽക്കുകയും ചെയ്യും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇനി ഈ സഭയുടെ നാഥൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം MLA ആണ്. 35,986 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. നാളെ മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ സഭയുടെ സ്പീക്കർ. 35,986 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് K. അനിൽകുമാറിനെയാണ് പരാജയപ്പെടുത്തുന്നത്. 2 തവണ മന്ത്രിയായി, 8 തവണ MLA ആയി, ഈ സഭയിലെ ഏറ്റവും സീനിയറായ MLAമാരിൽ ഒരാൾ. 4 തവണ അടൂരിൽ നിന്നും 4 തവണ കോട്ടയത്തു നിന്നുമാണ് MLA ആയത്. 1991 മുതൽ നിയമസഭാംഗമാണ്. KPCC അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇക്കുറി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രിസ്ഥാനമില്ല, പകരം സ്പീക്കർ സ്ഥാനമാണ്. നാളെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് വരിക. വലിയ ഭൂരിപക്ഷമുള്ള UDFന് നിഷ്പ്രയാസം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കാനും ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനും കഴിയും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നാളെ മുതൽ സഭാ നടപടികൾ നിയന്ത്രിക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ശ്രീ M. റഹ്മത്തുള്ള മഞ്ചേരിയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള. മഞ്ചേരി നിയമസഭാംഗം അഡ്വക്കേറ്റ് റഹ്മത്തുള്ള 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. 57,887 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണിയുടെ VM മുസ്തഫയെ പരാജയപ്പെടുത്തുന്നത്. നിയമസഭയിൽ ഇത് ആദ്യമാണ്. STUയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 2012 CPI വിട്ട് ലീഗിലേക്ക് എത്തിയത്. മുൻ CPI അഡ്വക്കേറ്റ് നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അഡ്വക്കേറ്റ് റഹ്മത്തുള്ളയാണ്. CPI വിട്ട് ലീഗിലേക്ക് എത്തി. 14 വർഷത്തിനു ശേഷം നിയമസഭയിലേക്ക്. മുൻ CPI ദേശീയ കൗൺസിൽ അംഗം കൂടിയായിരുന്നു. നിയമസഭയിൽ ഇതാദ്യമാണ്. VM മുസ്തഫയെ 57,887 വോട്ടുകൾക്കാണ് റഹ്മത്തുള്ള പരാജയപ്പെടുത്തുന്നത്. മഞ്ചേരി MLA ആണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ദേവികുളം MLA F. രാജയാണ്. ഇപ്പോൾ മഞ്ചേരി MLA അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇനി ദേവികുളം MLA F. രാജയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. F. രാജ. ശ്രീ F. രാജ ദേവികുളം MLA 5,233 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് A. രാജയെ പരാജയപ്പെടുത്തിയത്. കന്നി മത്സരത്തിലാണ് സഭയിലേക്ക് എത്തുന്നത്. ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പള്ളിവാസൽ മുൻ പഞ്ചായത്ത് അംഗമാണ്. അടിമാലി മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. ഏത് തരംഗത്തിലും ദേവികുളം ഉലയാതെ നിൽക്കുമെന്ന് കരുതിയെങ്കിലും F. രാജയുടെ വരവിൽ A. രാജ മറിഞ്ഞു. ഇടതുമുന്നണി മറിഞ്ഞു. അട്ടിമറി വിജയം നേടി. 5,233 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് A. രാജ സഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட F. ராஜா என்னும் நான் சட்ட முறைப்படி நிறுவப்பட்டுள்ள இந்திய அரசியல் அமைப்பு சட்டத்தின் மீது உண்மையான நம்பிக்கையும் பற்றும் உறுதி கொண்டிருப்பேன் என்றும் இந்திய நாட்டின் இறையாண்மையையும் ஒற்றுமைப்படையும் நிலைநிறுத்துவேன் என்றும் நான் இப்போது மேற்கொள்ளவிருக்கும் கடமையை உண்மையாகவும் நேர்மையாகவும் நிறைவேற்றுவேன் என்று கடவுளின் பெயரில் ഉറുതിയളിக்கிறேൻ. തമിഴിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതും സവിശേഷതയാണ്. നമുക്ക് ഭാഷാ ന്യൂനപക്ഷങ്ങൾ കൂടിയുള്ള പ്രദേശങ്ങളും മേഖലകളുമുണ്ട്. അവിടെ നിന്ന് തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് F. രാജ.